ഇങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്താഹവിധിയിലുണ്ടായിട്ടുള്ള അനുഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സുഖം. സപ്താഹവിധിയിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കില്ലേ. എല്ലാ ദിവസവും സപ്താഹങ്ങൾക്ക് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടെന്നറിയാം. പല പല വേദികളിൽ, പല പല ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂരിൽ തന്നെയും സപ്താഹങ്ങളിൽ പങ്കെടുക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവർക്കൊക്കെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതേമാതിരി ഒരു മനോഹരമായിട്ടുള്ള അനുഭവം പറഞ്ഞിരിക്കുകയാണ് സുനില ചേച്ചി പാലക്കാട് നിന്നാണ്. പിന്നെ ആദ്യം പറയട്ടെ, അനുഭവങ്ങൾ അയച്ചു വന്നവർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട്, പിന്നെ കഥകൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ അനുഭവത്തിലേക്ക് കടക്കാം. എല്ലാവരും ആ സപ്താഹവേദിയിലേക്ക് മനസ്സുകൊണ്ട് വരിക കേട്ടോ. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. സപ്താഹവേദിയെ മനസ്സിലേക്ക് ആവാഹിക്കാൻ തന്നെ ഒരു സുഖമാണല്ലേ. കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റിയാൽ അത്രയും സുഖമാവും. സപ്താഹവേദിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പേ പറയാം, ഹരേ കൃഷ്ണ. ഞാൻ സുനിലയാണ്, പാലക്കാട് ജില്ലയിലെ ചെല്ലത്തൂരിലാണ് താമസം. ഞാൻ ത്രിമധുരം ചാനലിൽ വരുന്ന കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഇതിനു മുമ്പ് എനിക്കുണ്ടായ ഒരു കൃഷ്ണാനുഭവം സാറിന് അയച്ചു വന്നിരുന്നു. ചാനലിലൂടെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ടോ. കഴിഞ്ഞ മാസം എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. കേൾക്കുന്നവർക്ക് ചെറുതാണെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ അനുഭവമാണ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ സപ്താഹം നടന്നിരുന്നു. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു അത്. എന്താ പറയേണ്ടതെന്നറിയില്ല. സപ്താഹത്തിന് കുറച്ച് ദിവസം മുൻപ് ഞങ്ങളുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായി. പുലയായി. എനിക്ക് ആകെ വിഷമമായി. വായന തീരുന്ന അന്നേക്ക് പുല പോകും. അന്ന് അമ്പലത്തിൽ കയറാലോ എന്ന് ഞാൻ സമാധാനിച്ചു. സപ്താഹവേദിയിൽ 7 ദിവസത്തെ വായന കഴിഞ്ഞ് ഭക്തർക്ക് കൊടുക്കുവാൻ വേണ്ടി കുറച്ച് കൃഷ്ണവിഗ്രഹങ്ങൾ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഒന്ന് വേണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നേരിട്ട് പറയാൻ പറ്റിയില്ല. വായന കഴിയുന്ന അന്ന് ഞാൻ സപ്താഹവേദിയിലുള്ള വിഗ്രഹങ്ങളെയൊക്കെ നോക്കി, ഇതിലേതായിരിക്കും എൻ്റെ കണ്ണൻ? അതിൻ്റെ ഇടയിലിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു കണ്ണനെ കണ്ടപ്പോൾ, ഭഗവാനെ, ഈ കണ്ണനെ എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വായന കഴിഞ്ഞ് വിഗ്രഹം ഓരോരുത്തർക്ക് വിളിച്ചു കൊടുക്കാൻ തുടങ്ങിട്ടോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, വിഗ്രഹം ഓരോരുത്തരും നേരത്തെ പണം അടച്ച് രസീത് വാങ്ങിയിരുന്നു. എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയതുമില്ല. എനിക്കാകെ സങ്കടമായി. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. എൻ്റെ സങ്കടം കണ്ട എല്ലാവരും എന്നെ സമാധാനിപ്പിച്ചു. ചിലർ ഞങ്ങളുടെ വീട്ടിൽ 2-3 കൃഷ്ണവിഗ്രഹമുണ്ട്, അതിലൊന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനിയാണ് കണ്ണൻ്റെ മായാജാലം. ഞാൻ കണ്ടത് ഈ കൃഷ്ണവിഗ്രഹങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടായിരുന്നു. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച ആ കണ്ണനുണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ, ആ കവർ എലിയോ അണ്ണാനോ എന്തോ കടിച്ച് അല്പം കീറിയിരുന്നു. വിഗ്രഹത്തിന് ഒരു കുഴപ്പമില്ല. ഈ വിഗ്രഹം ഏൽപ്പിച്ച ആൾക്ക് കവർ കീറിയത് കൊണ്ട് ആ വിഗ്രഹം വേണ്ട എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് കമ്മിറ്റിക്കാർ കാര്യം പറഞ്ഞു. ഈ വിഗ്രഹം വേണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഭഗവാനെ, ഞാൻ എന്തായി കേൾക്കുന്നത്? സത്യമാണോ? ഭഗവാൻ അത് എനിക്ക് തന്നെ തരാൻ വേണ്ടി എന്തോ മായ കാണിച്ചതല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. വിഗ്രഹത്തിൻ്റെ കവറ് എലിയോ അണ്ണാനും ഒന്നും അല്ല മുറിച്ചത്, ഭഗവാൻ തന്നെയാണ്. എനിക്ക് ആ വിഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതപ്പെടുന്ന അനുഭവമല്ലേ. ആ വിഗ്രഹം തന്നെ വേണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. കിട്ടാനിപ്പോൾ കരച്ചിൽ വരിക. അപ്പം കണ്ണൻ ആയിരിക്കാം. കണ്ണാനെയോ എലിയോ കൊണ്ട് അതൊന്ന് കീറി മുറിച്ചൂലേ. എന്താ കഥ? കണ്ണന് നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സൂര്യഭഗവാനെ മറച്ചിട്ടല്ലേ അർജുനനെ രക്ഷിച്ചതില്ലേ? ജയദ്രഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് അഭിമന്യുവിനെ വധിച്ചതിനുള്ള പ്രതികാരം. അപ്പോൾ സൂര്യഭഗവാന് സുദർശനം കൊണ്ടൊന്ന് മറയ്ക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു കവറിൻ്റെ ഒരു ഭാഗം ഒന്ന് കടിച്ചു മുറിക്കാൻ വല്ല എലിയോ അണ്ണാനെയോ വിടാൻ ഇത്ര പണിയാണോ? എന്തൊരു സന്തോഷമുള്ള ഇതാണോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ വരുന്നത്. ചില അനുഭവങ്ങളുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കി പറയുന്നതാണോ? ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്കറിയാം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്കറിയാം. ഓരോരുത്തരെ എഴുതി അയച്ചു തന്നവർക്കറിയാം. അയച്ചു തന്ന എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റാതെ സാധിക്കാതെ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അനുഭവങ്ങളാണ് വരുന്നത്, അത്രയും ആളുകൾ വരുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. അതാണ് അനുഭവങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും കേൾക്കുക. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.